ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് ഉപ്പേരി അല്ലെങ്കിൽ ബീൻസ് മെഴുക്ക് പുരട്ടിയാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഏകദേശം കുറച്ച് ബീൻസ് 250 ഗ്രാമോളം വരുന്ന ബീൻസ് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ബീൻസ് എല്ലാം ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഇതുപോലെ നന്നായി മാറ്റി പകർത്തി വെക്കുക. അടുത്തതായിട്ട് നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു സവോളയാണ്. ഒരു ചെറിയ പീസ് സവോള ആഡ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ് കട്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാക്സിമം സവോള ആഡ് ചെയ്താൽ മതി. നിങ്ങളുടെ കറിയുടെ അളവിനനുസരിച്ച് ആഡ് ചെയ്യുക. അതിനുശേഷം ഈ സവോള കട്ട് ചെയ്ത ശേഷം നമ്മൾ ചട്ടി നന്നായി ചൂടാക്കാൻ വെക്കുക. ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റിപ്പോയതിന് ശേഷം ഏകദേശം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ നന്നായി തിളച്ച് ചൂടായി വന്നതിന് ശേഷം അതിലേക്കൊരു 1/2 ടീസ്പൂൺ മസ്റ്റാർഡ് കടുക് ആഡ് ചെയ്യുക. കടുക് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കടുകൊക്കെ നന്നായി പൊട്ടി ഇതായതിനു ശേഷം നമുക്കതിലേക്ക് ഒരു 1 ടീസ്പൂണിനടുത്ത് ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യുക. ഉഴുന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉഴുന്ന് പരിപ്പ് ഇളകി ചേർന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളർ, ഡാർക്ക് യെല്ലോ കളറിലേക്ക് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ മാറി ഉഴുന്ന് പരിപ്പ് ഡാർക്ക് കളറിലേക്ക് എത്തി. അതിനുശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സബോള ആഡ് ചെയ്യുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. സബോള നന്നായി ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ എത്തുന്നത് വരെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം കളറൊക്കെ സവോളയുടെ മാറി തുടങ്ങിയിട്ടുണ്ട്. സവോളയുടെ കളർ മാറി തുടങ്ങുന്നതിന് ശേഷം തന്നെ നമുക്ക് അടുത്തതായിട്ട് 2-3 ചുവന്ന മുളക് പീസായത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റും എരിവൊക്കെ കൂടും. അതുപോലെ തന്നെ 1-2 ചെറിയ പീസ് വേപ്പില നന്നായി കഴുകി വൃത്തിയാക്കിയതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ മസാലയുടെ കൂടെ നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടിയുടെ മണവും സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചേർന്ന് കൂടി പിടിക്കണം. അതിപ്പോൾ കണ്ടില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കത് എരിവൊക്കെ താല്പര്യമുള്ളത് കൊണ്ടാണ്. ചില ആളുകൾ ഇതിൽ മുളക് പൊടി ഇടാറില്ല, സാധാരണയായിട്ട് ഇടാറില്ല. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീൻസ് അതിലേക്ക് മൊത്തത്തിൽ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്യുക. ഈ മസാലയിലേക്ക് ബീൻസൊക്കെ നന്നായിട്ട് മസാലയിലേക്ക് പിടിക്കണം. അപ്പോഴാണ് ആ കറിയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ 1-2 ചെറിയ പീസ് പച്ചമുളകും അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് 1-2 പീസ് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം സൂക്ഷിക്കുക, ഇളക്കി കൊടുക്കണം നന്നായിട്ട്, അതല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ്. ഒരു പിടി തേങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയ കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടി ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചത് തേങ്ങയാണ് നമ്മളിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ല, നന്നായിട്ട് ഇളകി ചേർന്ന് വന്ന തേങ്ങ നമ്മളിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിക്കുക. കണ്ടില്ലേ, തേങ്ങയൊക്കെ വരുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. ചിലർ തേങ്ങ ഇല്ലാതെയും ഉണ്ടാക്കാറുണ്ട്. അത് നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ്. അതിനുശേഷം പാകത്തിന് ഉപ്പ് 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ കറിയുടെ ടേസ്റ്റ് നോക്കി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ബീൻസ് ഉപ്പേരി. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാനും നന്നായി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3-4 ടീസ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മൂടി വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ കറി റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.